നമ്മൾ എന്നും രാത്രി ആകാശത്ത് കാണുന്ന മൂൺ ഒരു സാധാരണ റോക്കല്ല, അതൊരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്. അതൊരു നാച്ചുറൽ ഒബ്ജക്റ്റ് അല്ല, ഒരു ആർട്ടിഫിഷ്യൽ മെഗാ സ്ട്രക്ചറാണ്. ഞാനിത് പറയാൻ കാരണം, അപ്പോളോ മിഷൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോനോട്ടുകൾ ചന്ദ്രനിൽ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ എക്യുപ്മെൻറ്റ്സ് ചന്ദ്രനിൽ അവർ ഡ്രോപ്പ് ചെയ്യുണ്ടായി. ആ സമയത്ത് ചന്ദ്രൻ ബെല്ല് പോലെ റിങ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഒരു വൈബ്രേഷൻ മണിക്കൂറുകളോളം തുടരുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ചന്ദ്രൻ്റെ ഉള്ളെന്ന് പറയുന്ന ഹോളോ ആണ്, പൊള്ളയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വൈബ്രേഷൻ മണിക്കൂറുകളോളം അവിടെ നിലനിന്നത്. 2022 മൂൺ ഫോൾ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവി റിലീസാവുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു ഹോളോ മൂൺ എന്ന് പറയുന്ന ഐഡിയനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്നു. അതായത് അതിനകത്ത് പറയുന്ന സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചന്ദ്രൻ മൂൺ എന്ന് പറയുന്നത് ഒരു ഏലിയൻ മെഗാ സ്ട്രക്ചറാണ്. അതിനകത്ത് അഡ്വാൻസ്ഡ് AI, ആർട്ടിഫിഷ്യൽ കോറ്, കൂടാതെ ഒരു ആൻഷ്യൻ സിവിലൈസേഷൻ വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ മൂവിയുടെ അവസാനം ആ ഒരു മൂണിൻ്റെ ഓർബിറ്റ് അൺസ്റ്റേബിൾ ആയിട്ട് ഭൂമിയിലോട്ട് വീഴാൻ തുടങ്ങുന്നു. ടോട്ടൽ സിനിമാറ്റിക് ഡിസാസ്റ്റർ. ഇനി നമുക്ക് സയന്റിഫിക് റിയാലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോളോ മിഷനിൽ വെച്ചിട്ട് സീസ്മിക് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് മൂണിന്റെ ഇന്റീരിയർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മൂണെന്ന് പറയുന്നത് ക്രസ്റ്റ്, മാൻഡിൽ, ഡെൻസ് കോർ ഉൾപ്പെടുന്ന ഒരു റോക്കി ബോഡിയാണ്, ഭൂമിയെ പോലെ, അല്ലാതെ ഉള്ളു ഹോളോ അല്ല. ഇനി മൂൺ റിങ് ചെയ്തു എന്ന് പറയാൻ കാരണം, ഈ ഒരു അപ്പോളോ മിഷന്റെ ഭാഗമായിട്ടുള്ള പേടകം അവിടെ ലാൻഡ് ചെയ്തപ്പോൾ 1 ടൺ TNT പൊട്ടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതൊരു സീസ്മിക് വേവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമായി. നമ്മുടെ ഭൂമിയിൽ എർത്ത് ക്വേക്ക് ഉണ്ടാകുമല്ലോ, അതായത് ഭൂകമ്പം, അതിന് സമാനമായിട്ട് ചന്ദ്രനിൽ മൂൺ ക്വേക്ക് ഉണ്ടായി. അപ്പോൾ അതാണ് ഒരു റിങ് ചെയ്യുന്ന ഒരു ഫീലിംഗ് തോന്നിയത്. ഈ മൂൺ ക്വേക്സ് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ദീർഘനേരം ചന്ദ്രനിൽ തുടരാൻ കാരണം, എർത്തിനെ പോലെ അല്ല മൂൺ എന്ന് പറയുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇല്ല, മാത്രമല്ല കൂടുതൽ ഡ്രൈ ആണ്. അപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ പോലും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് മൂണിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചന്ദ്രൻ ഹോളോ ആണോ? അല്ല. അതൊരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ആണോ? അല്ലേ അല്ല. അതൊരു ബ്യൂട്ടിഫുൾ സെലസ്റ്റിയൽ ബോഡിയാണ്. ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ ഒരു വലിയ ഇമ്പാക്റ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സെലസ്റ്റിയൽ ബോഡി. അപ്പോൾ ഹോളോ മൂൺ തിയറി പ്യുവർ കോൺസ്പിറസിയാണ്. സിനിമയ്ക്ക് ബെസ്റ്റ് കഥ, പക്ഷേ യാതൊരു സയന്റിഫിക് എവിഡൻസും ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റിയൽ എക്സ്പ്ലനേഷൻസിനായി ഫോളോ ചെയ്യും.